ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ചാപ്റ്റർ ആയിരിക്കും റിവൈസ് ചെയ്യണം. അതിൽ ഓൾറെഡി 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ സെക്കൻഡ് ടേമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ എ എന്ന് പറഞ്ഞ ആംഗിളും ആർ എന്ന് പറഞ്ഞ ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. അതേപോലെ തന്നെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും എന്താണ്, ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ ബി 12 സെൻറ്റിമീറ്റർ, എ ബി എന്ന് പറയുന്നത് എത്രയാണ്, 12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ബി സി 6 ആണ്. അതുപോലെ തന്നെ ക്യു ആർ എത്രയാണ്, 4 ആണ്. എ സി എത്രയാണ്, 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ആദ്യം കണ്ടുപിടിക്കേണ്ട പി ആർ കണ്ടുപിടിക്കണം, പിന്നെ എന്ത് കണ്ടുപിടിക്കണം, പി ക്യു കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം റേഷ്യോ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ട്രയാങ്കിളിൽ 2 ആംഗിൾസ് എന്താണ്, സെയിം ആണ്. ആദ്യത്തെ ട്രയാങ്കിളിൽ എ എന്ന് പറഞ്ഞ ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിൽ ആർ എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ട്രയാങ്കിളിൽ ബി എന്ന് പറഞ്ഞ ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിൽ ക്യൂ എന്ന് പറഞ്ഞ ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതേ 2 ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആംഗിൾ സിയും ആംഗിൾ പിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ സിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്, 12 ആണ്. ആംഗിൾ സിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്, 12. അതുപോലെ തന്നെ ആംഗിൾ പിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആണ്, ആംഗിൾ പിന് ഓപ്പോസിറ്റുള്ള സൈഡ് 4 ആണ്. ആംഗിൾ പിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്, 4. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ 12 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 12 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 4. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും, 3 കിട്ടും. ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും, 3. അപ്പം ആദ്യത്തെ ട്രയാങ്കിളിലെ 3ൽ ഒരു ഭാഗമായിരിക്കും എന്ത്, രണ്ടാമത്തെ ട്രയാങ്കിളിലെ സൈഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ ട്രയാങ്കിളിലെ സൈഡ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിലെ സൈഡ് എന്താണ്, അതിൻ്റെ 12ൽ 3ൽ ഒരു ഭാഗം. ഓക്കെ, അതായത് 12നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 12നെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണം, ഈ 4 എന്ന് പറഞ്ഞ ആൻസർ എന്താണ് കിട്ടണം. അപ്പോൾ വലിയ ട്രയാങ്കിളിലെ 3ൽ ഒരു ഭാഗമായിരിക്കും എന്ത്, ചെറിയ ട്രയാങ്കിളിലെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കാം. ഇപ്പം 9 എന്ന് പറഞ്ഞ സൈഡ് നമുക്കറിയാം ആംഗിൾ ബിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് എത്ര, 9. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്, വലിയ ട്രയാങ്കിളിൽ ഒരു സൈഡ് 9 ആണെങ്കിൽ ചെറിയ ട്രയാങ്കിളിലെ സൈഡ് എന്ന് പറയുന്നത് 9ൻ്റെ 3ൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 3 കിട്ടും. എന്ത് കിട്ടും, 3. ഇപ്പോൾ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് 9. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 9 ആണെങ്കിൽ ഈ ബിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് ക്യൂ. ക്യൂവിന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്, 3 ആണ്. എത്രയാണ്, 3. അതേപോലെ അടുത്ത സൈഡാണ് 6 സെൻറ്റിമീറ്റർ. അടുത്ത സൈഡാണ് എത്ര, ഈ കാണുന്ന 6 സെൻറ്റിമീറ്റർ. അപ്പോൾ വലിയ ട്രയാങ്കിൾ ഒരു സൈഡ് 6 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ വന്ന ട്രയാങ്കിളിലെ സൈഡ് എന്ന് പറയുന്നത് 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 2 കിട്ടും. അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗിൾ, ഇവിടെ എ എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് 6 ആണെങ്കിൽ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് 6. 6ന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. എത്രയായിരിക്കും, 2. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 3 ആണെന്ന് കിട്ടി. അപ്പോൾ വലിയ ട്രയാങ്കിളുടെ 3ൽ ഒരു ഭാഗമാണ് എന്ത്, ചെറിയ ട്രയാങ്കിൾ. സോ വലിയ ട്രയാങ്കിളിലെ സൈഡ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ ട്രയാങ്കിളിലെ സൈഡ്സ് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതിൽ സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. അപ്പോൾ പി ആർ കണ്ടുപിടിച്ച് പി ആർ എത്രയാണ്, പി ആർ വിച്ച് ഇസ് ഈക്വൽ ടു 3. പി ക്യു കണ്ടുപിടിച്ച് പി ക്യു എത്രയാണ്, 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആംഗിൾ എ മാർക്ക് ചെയ്യുക. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. അപ്പം ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും എന്താണ്, ഈക്വൽ ആണ്. ഇനി എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, ബി സി 4 സെൻറ്റിമീറ്റർ ആണ്, എ സി 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ക്യു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ക്യു. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് ഈ കാണുന്ന സൈഡാണ്. അപ്പോൾ പി ക്യു നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇവർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ആംഗിൾ ബിന് ഓപ്പോസിറ്റുള്ള സൈഡ് 2 ആണ്. ആംഗിൾ ബിന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്, 2. അതുപോലെ തന്നെ ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ 6നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 2. അപ്പോൾ 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 കിട്ടും. ഓക്കെ അല്ലേ, എന്ത് കിട്ടും,
3. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളുടെ ശ്രദ്ധിക്കട്ടോ, ഈ ട്രയാങ്കിളുടെ ഇവിടുത്തെ സൈഡ് 2 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന സൈഡ് എത്രയാണ്? 6 ആണ്. അപ്പം 2 6 വരാനായിട്ട് 2 നമുക്ക് എന്ത് വെച്ച് ഇൻറ്റു ചെയ്താൽ മതി? 3 വെച്ച് ഇൻറ്റു ചെയ്താൽ പോരെ. 2 നമ്മൾ 3 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടണം? 6 കിട്ടണം. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിനെക്കാട്ടും വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിലെ 3 ഇരട്ടി വലുതാണ് എന്ത്? വലിയ ട്രയാങ്കിൾ. ഇതേപോലെ ബാക്കിയുള്ള സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ സൈഡ് 5 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 × 3 വരും. 5 × 3 എത്രയാണ്? 15 സെൻറ്റിമീറ്റർ വരും. പിന്നെ ഇവിടുത്തെ സൈഡ് 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 × 3 വരും. 4 × 3 എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്റർ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ട്രയാങ്കിളിലെ ബാക്കിയുള്ള രണ്ട് സൈഡ് എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് 15ഉം 12ഉം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്? റേഷ്യോ കണ്ടുപിടിക്കുക, അവരുമുള്ള റിലേഷൻ നോക്കാം. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ക്യു? പി ക്യൂവിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ക്യു കണ്ടുപിടിച്ച് പി ക്യു എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ? രണ്ട് ട്രയാങ്കിളുടെ പെരിമീറ്ററിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 + 4 + 5 ആണ്. അതായത് എത്ര കിട്ടും? 6 + 5 11. ഇനി സെക്കൻഡ് ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 + 15 + 12. 6 + 15 + 12 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 + 15 21, 21 + 2 23, 23 33. അപ്പോൾ 33 കിട്ടി. ഇനി ഏരിയ തമ്മിലുള്ള റേഷ്യോ, ആദ്യത്തെ ട്രയാങ്കിളുടെ ഏരിയനെ A1 എന്ന് വിളിച്ചു, ഈസ് 2. രണ്ടാമത്തെ ട്രയാങ്കിളുടെ ഏരിയനെ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിളുടെ ഏരിയ എത്രയാണ്? ഇവിടെ നമ്മൾ ഏരിയ എല്ലാം കണ്ടുപിടിച്ചാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചാൽ? പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ. എന്താ കണ്ടുപിടിച്ചേക്കണം? പെരിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററിനെ P1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററിനെ P2 എന്ന് വിളിച്ചു. അപ്പോൾ P1ൻ്റെ വാല്യൂ എത്രയാണ്? 11 ഈസ് 2. P2ൻ്റെ വാല്യൂ എത്രയാണ്? രണ്ടാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററിനെ P2 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്റർ എത്രയാണ്? 33. ഇതിന് ചെറുതാക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആരാ ഉള്ള? 11 ആ ഉള്ള. അപ്പോൾ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 33നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ റേഷ്യോ എന്ത് കിട്ടി? 1:3. റേഷ്യോ എന്ത് കിട്ടി? 1:3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. അപ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. കാരണം ആംഗിൾ ബി 90 ഡിഗ്രിയാണ്, ആംഗിൾ ഡിയും എത്രയാണ്? 90 ഡിഗ്രി. ഇനി എ ബി 12 ആണ്, എ ഡി എത്രയാണ്? 4 ആണ്. ഇഫ് ആംഗിൾ ഡി എ ഇ, ഡി എ ഇ എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ഇതാണ് ഡി, ഇതാണ് എ, ഇതാണ് ഇ. ഈ ഡി എ ഇ എന്ന് പറഞ്ഞ ഈ കാണുന്ന ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ആംഗിൾ എ ഇ ഡി. ഈ എ ഇ ഡി എന്ന് പറഞ്ഞ ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ്, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ആംഗിൾ എ ഇ ഡി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ചെയ്യുക. അറിയാവുന്ന രണ്ട് ആംഗിൾസ് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. ഇവിടെ അറിയാവുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? 90യും 40യും. 90നെയും 40നെയും പ്ലസ് ചെയ്യുക. 90നെയും 40നെയും പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 130 കിട്ടും. എന്ത് കിട്ടും? 130. 90നെയും 40നെയും പ്ലസ് ചെയ്യുമ്പോൾ 130 കിട്ടും. 180ന്ന് 130 മൈനസ് ചെയ്താൽ ബാലൻസ് എത്ര കിട്ടും? 50 ഡിഗ്രി. അപ്പോൾ എ ഇ ഡി എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. എത്ര ഡിഗ്രി? 50 ഡിഗ്രി. ഇനി ബി സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? ഇവിടെ നമുക്ക് ആംഗിൾ സീൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആംഗിൾ സീൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ, കേട്ടോ ശ്രദ്ധിക്കാം, രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ, രണ്ട് ലൈൻസ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് വന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി.
അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്ര ആയിരിക്കും? 50 ആയിരിക്കും. 180 മൈനസ് ചെയ്യുമ്പോൾ ആംഗിൾ സി എത്ര തന്നെ കിട്ടും? 50 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോ ബി സി ഈസ് ടു ഡി ഇ, ഈ ഒരു റേഷ്യോ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ട? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി സി എന്ന് പറഞ്ഞ സൈഡ് ഈ കാണുന്ന സൈഡാണ് ബി സി, ഡി എന്ന് പറഞ്ഞ സൈഡ് ഈ സൈഡാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈ 2 ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഈ 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എന്താണ്? സെയിം ആണ്. ഈ കുഞ്ഞു ട്രയാങ്കിളുടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഈ വലിയ ട്രയാങ്കിളുടെ ആംഗിൾ എന്ത് തന്നെയാണ്? 90 ഡിഗ്രി, 50 ഡിഗ്രി, 40 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആണ്. അപ്പോൾ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ 50യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 4 ആണ്. ഈ 50യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 4. ഇവിടുത്തെ 50യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 12 ആണ്. എത്രയാണ്? 12. അപ്പോൾ ഈ 2 ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം 12ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ബി സി ഈസ് ടു ഡി സി. ബി സി എന്ന് പറയുമ്പോൾ 12 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. ആൻസർ എന്ത് കിട്ടും? 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബാക്കിയുള്ള ആംഗിൾസിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ, സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. ഇതേപോലെ ബാക്കിയുള്ള ആംഗിൾസ്, ഇപ്പോൾ 40ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ആര്? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ആര്? ബി സി. ആര്? ബി സി ബൈ. ഇനി ഡി എന്ന് പറയുന്ന ആരാണ്? ഇപ്പുറത്ത് 40 ഡിഗ്രി ഉണ്ട്. ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ആര്? ഡി ഇ. ആരാണ്? ഡി ഇ. ഇതിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. നമുക്കറിയാം 2 സിമിലർ ട്രയാങ്കിൾസിൻ്റെ സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ 3 ആണെങ്കിൽ 40 ഡിഗ്രിയുടെയും ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വലാണ് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇതിൽ എ ബി 15 ആണ്. എ ബി എത്രയാണ്? 15. എ ഡി എത്രയാണ്? 5 ആണ്. എ ഡി എത്രയാണ്? 5. ഇനി ഇവിടെ ഒരു ആംഗിൾ എന്നുണ്ട് ഡി എ ഇ എന്ന് പറഞ്ഞ ആംഗിൾ. ഡി എ ഇ എന്ന് പറഞ്ഞ ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ എ ഇ ഡി. എ ഇ ഡി. അപ്പം നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടും? 40 ആണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും? 50 കിട്ടും. പിന്നെ ബി എ സി എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കണം. ബി എ സി എന്ന് പറഞ്ഞ ഈ ആംഗിളാണ്. ഇവിടുത്തെ ആംഗിൾ 40 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും എന്തെന്നെ ആയിരിക്കും? 40 ആയിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്, 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം ഈ ആംഗിളും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ വന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. 2 ആംഗിൾ കണ്ടുപിടിച്ച്, ഒന്ന് 50 ഡിഗ്രി, മറ്റേത് എത്രയാണ്? 40 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? ആംഗിൾ സി എത്രയാണ്? ഇത് 90, ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 50 ആയിരിക്കും. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 50. 180 മൈനസ് ചെയ്യുമ്പോൾ അടുത്ത ആംഗിൾ 50 കിട്ടും. ഇനി അടുത്തൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത വന്നത് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഇൻ ദ പിക്ചർ ബിലോ എ പി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. അപ്പം ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ എ പി എന്ന് പറഞ്ഞ ഈ ലൈൻ ആംഗിൾ എയുടെ ബൈസെക്ടറാണ്. അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിളാണ്. ഈ ടോട്ടൽ ആംഗിളിന് ഈക്വലായിട്ട് എന്താവും? ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് ആര്? എ പി. ഓക്കെ. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ കാണുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിളും എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പം എ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞ ആംഗിളാണ്. ഇപ്പം ഇതിലൂടെ ഞാൻ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ, എ പി എന്ന് പറഞ്ഞൊരു ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ ഇവിടുത്തെ ആംഗിൾ 20 ആവും, ഇവിടുത്തെ ആംഗിളും എന്താവും? 20 ആവും. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്,
AP ബൈസെക്ടർ ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരെണ്ണത്തിന് എക്സ് എന്ന് വിളിച്ചാൽ മറ്റേതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം എ സബ് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABP ആൻഡ് CPQ ആർ സെയിം. അപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ABP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അപ്പം ABP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കാം. അപ്പം ABP എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ CPQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഇതാണ് C, ഇതാണ് P, ഇതാണ് Q. CPQ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് സെയിം ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് സെയിം ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്കൊരു കാര്യം നമുക്കറിയാം. രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം ആംഗിൾസിൻ്റെ പേര്. അപ്പം ആദ്യത്തെ ഈ ആംഗിളിൻ്റെ പേര് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ BPA എന്ന് പറഞ്ഞ ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ CPQ എന്ന് പറഞ്ഞ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ അല്ലേ? അപ്പം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം ഒരു സെറ്റ് ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്ത് രണ്ട് ട്രയാങ്കിളിലെയും ഈ രണ്ട് ആംഗിൾസ് എന്താണ്? സെയിം ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ റെഡ് കളറിൽ വരച്ചേക്കണ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ സൈഡും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ കാണുന്ന റെഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതായത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് തന്നെ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് തന്നെ ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ് ഡിഗ്രി. അപ്പം നമുക്ക് പറയാം ഈ ട്രയാങ്കിളുടെ ഈ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. ആദ്യത്തെ ട്രയാങ്കിളുടെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിളും എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് എക്സ് ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ ആദ്യത്തെ ട്രയാങ്കിളിലെ ആംഗിളിൻ്റെ പേര് ആംഗിൾ BAP which is equal to angle CQP which is equal to എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രി. which is equal to എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഓക്കെ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. രണ്ടാമത്തെ ട്രയാങ്കിളിലെയും ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഓരോ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് എക്സ് ഡിഗ്രി. ഇനി ആദ്യത്തെ ട്രയാങ്കിളിലെ ഈ ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തു. ഇപ്പം രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതേ രണ്ട് ട്രയാങ്കിൾസിൻ്റെ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പം രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതേ രണ്ട് ട്രയാങ്കിൾസിൻ്റെ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം മൂന്നാമത്തെ ആംഗിൾ ആരാണ്? ഒന്ന് ആംഗിൾ ABP ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ ആരാണ്? ഇവിടുത്തെ ആംഗിൾ QCP. ഇതിൻ്റെ റീസൺ എന്താണ്? സം ഓഫ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180. അപ്പം ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ആംഗിളും എന്താണ്? സെയിം ആണ്.
അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിളും എന്താണ് സെയിം ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് സെയിം ആണെങ്കിൽ അതേ രണ്ട് ട്രയാങ്കിളിലെ മൂന്നാമത്തെ പെയർ ഓഫ് ആംഗിളും എന്തായിരിക്കും സെയിം ആയിരിക്കും. 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ആംഗിളും എന്തായിട്ട് കിട്ടും ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു റേഷ്യോ കണ്ടുപിടിക്കണം. അടുത്ത ബി സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ബി പി ബൈ പി സി. കാൽക്കുലേറ്റ് ബി പി ബൈ പി സി. ഓക്കെ, കാൽക്കുലേറ്റ് ബി പി ബൈ പി സി. ഇപ്പം ബി പി നമുക്കറിയാം, ബി പി എന്ന് പറയുന്നത് എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡാണ്. പി സി എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് സെയിം ആയിട്ടുള്ള ആംഗിൾസ് ആണ് എക്സ് ഡിഗ്രി. ഈ രണ്ട് എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ആര്? ഈ ബി പി ബൈ പി സി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് 5 ആണ്, ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇതിനോട് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബി പി ബൈ പി സി എന്ന് പറഞ്ഞ ആൻസർ എത്ര ആയിരിക്കും? 5/3 ആയിരിക്കും. കാരണം നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ സെയിം ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ റേഷ്യോ 5/3 എന്ന് കിട്ടിയെങ്കിൽ ഈ എക്സ് ഡിഗ്രിയുടെയും ഓപ്പോസിറ്റുള്ള ആംഗിൾസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 5/3 എന്നായിരിക്കും. അതായത് ബി പി ബൈ പി സിൻ്റെ റേഷ്യോ എന്താണ്? 5/3. സോ അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻ ദ ഫിഗർ ദ ലൈൻ എ സി ബി ഡി ആർ പെർപെൻഡിക്കുലർ ടു എ ബി. ഇവിടെ എ സി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, ബി ഡി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അത് എ ബിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്താണ് കിടക്കണം. ഇനി പി എ ഈസ് ടു പി ബി 2:1 ആണ്. അതായത് ഇവിടുത്തെ റേഷ്യോ 2:1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി സി ഈസ് ടു പി ഡി. ഈ പി സി ഈസ് ടു പി ഡി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ പി എ ഈസ് ടു പി ബി എത്രയാണ്? 2:1. അങ്ങനെയാണെങ്കിൽ പി സി ഈസ് ടു പി ഡി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം. ഈ ഒരു ട്രയാങ്കിളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളിലെയും ഒരു പെയർ ഓഫ് ആംഗിൾ ഈക്വലായി. പിന്നെ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എന്ത് ആംഗിൾസ് ആണ്? ഓപ്പോസിറ്റ്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇതേ രണ്ട് ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇതെന്ത് ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിളാണ്. എന്ത് ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ ഈ സി എന്ന് പറഞ്ഞ ആംഗിളുടെയും ഡി എന്ന് പറഞ്ഞ ആംഗിളുടെയും ഈക്വൽ ആണ്. ആ രണ്ട് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ 2:1 ആണ്. അതായത് പി എ ഈസ് ടു പി ബി എത്രയാണ്? 2:1 ആണെങ്കിൽ ഈ പി സി ഈസ് ടു പി ഡി എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് സൈഡാണ് പി സി, ഇവിടുത്തെ 90യുടെ ഓപ്പോസിറ്റ് സൈഡാണ് ആര്? പി ഡി. അപ്പോൾ പി സി ഈസ് ടു പി ഡി തന്നെ ആയിരിക്കും 2:1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 2:1. ഇനി ബി സബ് ക്വസ്റ്റ്യനിൽ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഇവിടെ എ ബി ഉണ്ട്, എ ബി എത്ര സെൻറ്റിമീറ്റർ ആണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. എ ബി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് എ ബി എന്ന് പറഞ്ഞാലേ, എ ബി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 12 സെൻറ്റിമീറ്റർ. ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടുത്തെ റേഷ്യോ 2:1 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ ആൻഡ് പി ബി? പി എൻ്റെയും പി ബിൻ്റെയും ലെങ്ത് എന്താണ്? കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. റേഷ്യോനെ എന്ത് വെച്ച് ഇൻറ്റു ചെയ്യുക? എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പം എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 12. അതായത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2x ആണ്, പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1x ആണ്. അതിൻ്റെ വാല്യൂ ആണ് എത്ര? 12. അപ്പോൾ 2xും 1xും ആഡ് ചെയ്യുമ്പോൾ 3x വാല്യൂ 12 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 12/3. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4. ഓക്കെ അല്ലേ? എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പി എന്ന് പറയുന്നത് ആരാണ്? എ പി എന്ന് പറയുന്നത് 2x ആണ് അല്ലേ? എ പി എന്ന് പറയുന്നത് ആരാണ്? 2x. അതായത് 2 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 8. എ പി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത പി ബി കണ്ടുപിടിക്കണം. അപ്പോൾ പി ബി എന്ന് പറയുന്നത് 1x ആണ്.
അതായത് 1 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ, ഇവിടെ എത്രയാണ് 4 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ടോട്ടൽ എത്ര കിട്ടുന്നത് 12 സെൻറ്റിമീറ്റർ. ഇനി സി സബ് ക്വസ്റ്റ്യൻ, പി ഡി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. ഇഫ് പി ഡി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ഇഫ് പി ഡി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ വാട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. പി സി നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഈ പി ഡി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഡി എന്ന് പറഞ്ഞ ലൈൻ വരക്കാം. പി ഡി എന്ന് പറഞ്ഞ ലൈൻ 5 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാം. പി ഡി എന്ന് പറഞ്ഞ ലൈൻ എത്രയാണ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, പി ഡി എന്ന് പറയുന്നത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, പി ഡി എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ. ഈ ഡിസ്റ്റൻസ് ആണ് എത്ര 5 സെൻറ്റിമീറ്റർ, ഈ ഡിസ്റ്റൻസ് ആണ് എത്ര 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരെ കണ്ടുപിടിക്കണം, പി സി കണ്ടുപിടിക്കണം. ഈ നീല കളറിൽ വരക്കണ ഈ ഒരു ലൈനിൻ്റെ വാല്യൂ എനിക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും, 2:1 തന്നെ ആയിരിക്കും. ഇവിടെ സി ഡി എന്ന് പറഞ്ഞ ലൈനുണ്ട്, ഇവിടുത്തെ പോയിൻ്റാണ് പി, ഇവിടുത്തെ റേഷ്യോ 2x ആണ്, ഇവിടുത്തെ റേഷ്യോ എന്താണ് 1x ആണ്. സെയിം റേഷ്യോ ആണ്, കാരണം എന്താണ് ഇതൊരു സിമിലർ ട്രയാങ്കിൾ ആണ്, ഈ രണ്ട് ട്രയാങ്കിൾ. അപ്പോൾ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും 2 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തായിരിക്കും 10 സെൻറ്റിമീറ്റർ. അപ്പോൾ പി സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി സി വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ പി സി കണ്ടുപിടിച്ച് പി സി എത്രയാണ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ റേഷ്യോ 2x-ഉം 1x-ഉം ആണ്, അതായത് പി ഡി 5 ആണ്, അതായത് 1x-ൻ്റെ വാല്യൂ 5 ആണ്, എക്സിൻ്റെ വാല്യൂ 5 ആയി. എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടെ 2 ഇൻറ്റു എക്സ് ആണ്, 2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 10 കിട്ടും. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി എന്തുണ്ട് ബാലൻസ് ഉണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യനും കൂടി ബാലൻസ് ഉണ്ട്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, 5 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. എക്സാം ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ആംഗിൾ എ സി ബി എത്രയാണ് 90 ഡിഗ്രി, എത്രയാണ് 90 ഡിഗ്രി ആണ്. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, സി ഡി എന്ന് പറഞ്ഞ ലൈൻ എ ബിക്ക് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഈ സി ഡി എന്ന് പറഞ്ഞ ലൈൻ എ ബിക്ക് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. ഇനി ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ, ഈ ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ എ സി ഡി. എ സി ഡി എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഞാൻ എന്ത് ചെയ്തു വരച്ച്. ഇവിടെ എ എന്ന് പറഞ്ഞ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്ന് വെച്ചേക്കണം. എ സി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണെന്ന് വെച്ചേക്കണം. അപ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 മൈനസ് ചെയ്യുക. ആരെ മൈനസ് ചെയ്യുക, അറിയാവുന്ന ആംഗിൾസ് ആരൊക്കെയാണ്, അറിയാവുന്ന ആംഗിൾസ് ഒന്ന് 90 ഡിഗ്രി അറിയാം, 50 ഡിഗ്രി അറിയാം. എനിക്ക് മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പോൾ അറിയാവുന്ന 2 ആംഗിൾസ് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 90 15 പ്ലസ് ചെയ്യുക, 90 15 പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 140 കിട്ടും. 180 മൈനസ് 140 എത്ര കിട്ടും 40. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 40 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ സി ഡി വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇനി അടുത്തത്, പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ബി സി ഡി ആർ ഈക്വൽ. ഇപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട് 2 ട്രയാങ്കിൾ. ഇതിൽ ആദ്യത്തെ ട്രയാങ്കിളാണ് ഞാൻ വരക്കാൻ പോണത്. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ എ സി ഡി. ഇനി അടുത്ത രണ്ടാമത്തെ ട്രയാങ്കിൾ ബി സി ഡി. ഇതാണ് ബി സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, ബി സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഈ 2 ട്രയാങ്കിളുടെ ആംഗിൾസ് സെയിം ആണെന്ന് എന്താണ് പ്രൂവ് ചെയ്യണം. അതായത് ആദ്യത്തെ ട്രയാങ്കിളിൽ അതേ 3 ആംഗിൾസ് രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഉണ്ടെന്ന് എന്താണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫിഗർ ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. ഇപ്പോൾ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ഫിഗർ, ഇതാണ് നമ്മുടെ വലിയ ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ വലിയ ട്രയാങ്കിൾ. ഈ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് എക്സ് ഡിഗ്രി. ഇതാണ് നമ്മുടെ വലിയ ട്രയാങ്കിൾ. ഞാൻ സി ഡി എന്ന് പറഞ്ഞ ലൈൻ വരച്ചിട്ടില്ല.
അപ്പം എ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയാണ് സി ഡി എന്ന് പറഞ്ഞ ലൈൻ മന്ന, അത് ഞാൻ വരച്ചിട്ടില്ല. അപ്പം എനിക്ക് ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം ആദ്യം ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുക. ഇതിൽ ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി. എ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. എ എന്ന് പറഞ്ഞ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? ഈ ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? ശ്രദ്ധിക്കാട്ടോ, ഈ ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? നമുക്കറിയാം ട്രയാങ്കിളുടെ 3 ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 180. ആ 180 ഡിഗ്രിയിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്താൽ 180 നിന്ന് ഈ ആംഗിൾ, ഈ 90 ഡിഗ്രി എന്ന് പറഞ്ഞ ഈ ആംഗിൾ മൈനസ് ചെയ്താൽ ഈ ബാലൻസ് ഉള്ള ബാക്കിയുള്ള 2 ആംഗിൾസിൻ്റെ സം എത്ര ആയിരിക്കും? 90 ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 മൈനസ് എക്സ്. ഇത്രയും ചെയ്താൽ മതി. 180 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? അറിയാവുന്ന 2 ആംഗിൾസ് ആരൊക്കെയാണ്? ഒന്ന് എക്സ് ഡിഗ്രി, ഒന്ന് 90 ഡിഗ്രി. അപ്പം 90നെയും എക്സിനെയും പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 180 മൈനസ് 90 മൈനസ് എക്സ് എന്നാവും. 180 മൈനസ് 90 90. 90 മൈനസ് എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 90 മൈനസ് എക്സ് കിട്ടും. അപ്പം ആംഗിൾ ബി കണ്ടുപിടിച്ച്. ആംഗിൾ ബി എത്രയാണ്? 90 മൈനസ് എക്സ്. ആംഗിൾ ബി എത്രയാണ്? 90 മൈനസ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കിട്ടി. ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 മൈനസ് എക്സ് ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 90 മൈനസ് എക്സ്. അപ്പം 90 മൈനസ് എക്സ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180. 180 എന്ത് മൈനസ് ചെയ്യാം? 90യും എക്സും പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്ലസ് 90 മൈനസ് 90 ആവും. പ്ലസ് എക്സ് എന്തായി മാറും? മൈനസ് എക്സ് ആയി മാറും. 180 90 മൈനസ് ചെയ്താൽ 90. അപ്പോൾ 90 മൈനസ് എക്സ്, 90 മൈനസ് എക്സ്. 180 മൈനസ് 90 90. ഓക്കെ, അപ്പം 90 മൈനസ് എക്സ് കിട്ടും ആംഗിൾ ടി. ഓക്കെ അല്ലേ? ഇപ്പം ബി എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിച്ച്. ബി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്? 90 മൈനസ് എക്സ് ഡിഗ്രി. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് മായ്ച്ച് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ട്രയാങ്കിളാണ് ഞാൻ എടുക്കാൻ പോകാം. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് എ ഡി സി. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് എ ഡി സി. ഇവിടുത്തെ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഈ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പോണേ. ഞാൻ എന്ത് ചെയ്യാൻ പോണേണ്? 3ാമത്തെ ആംഗിൾ എന്ത് ചെയ്യാൻ പോണേണ്? കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ പേരെടുത്ത് ഇതാ ഇൻ ട്രയാങ്കിൾ എ ഡി സി. ഇൻ ട്രയാങ്കിൾ എ ഡി സി. ഇവിടെ എനിക്ക് ആംഗിൾ സി ഞാൻ എന്ത് ചെയ്യാൻ പോണേണ്? കണ്ടുപിടിക്കാൻ പോണേണ്. ആംഗിൾ സി ഞാൻ എന്ത് ചെയ്യാൻ പോണേണ്? കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് മൈനസ് ചെയ്യാം. അറിയാവുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? അറിയാവുന്ന ആംഗിൾസ് ഒന്ന് എക്സ് ഡിഗ്രി, ഒന്നാരാണ്? 90 മൈനസ് എക്സ്. അപ്പോൾ അറിയാവുന്ന 2 ആംഗിൾസ് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 90 മൈനസ് 90 ആവും. പ്ലസ് എക്സ് മൈനസ് എക്സ് ആവും. 180 മൈനസ് 90 90. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 90 മൈനസ് എക്സ്. ആംഗിൾ സി എത്ര കിട്ടി? 90 മൈനസ് എക്സ്. അപ്പോൾ എനിക്കിവിടെ എന്തെന്ന് എടുത്ത് എഴുതാം? 90 മൈനസ് എക്സ് ഡിഗ്രി എന്ന് എടുത്ത് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ 2ാമത്തെ ട്രയാങ്കിളിലെ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 2ാമത്തെ ട്രയാങ്കിൾ ഞാൻ വരക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ട്രയാങ്കിൾ. 2ാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് ബി ഡി സി. 2ാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് എന്താണ്? ബി ഡി സി. അപ്പോൾ ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? 90 മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആംഗിൾ ഡി സി ബി കണ്ടുപിടിക്കണം. 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് മൈനസ് ചെയ്യുക. അറിയാവുന്ന 2 ആംഗിൾസിനെ പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അറിയാവുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? ഈ 2 ആംഗിൾസാണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഈ 3ാമത്തെ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ 2 ആംഗിൾസ് 90യും 90 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ 2നെയും പ്ലസ് ചെയ്യാം. 90 പ്ലസ് 90 മൈനസ് എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 180 മൈനസ് 90 പ്ലസ് 90 180 മൈനസ് എക്സ്. 180 ഇനി മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം.
+180 എന്തായി മാറും? -180. -180 എന്തായി മാറും? +180. അപ്പോൾ മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ടുള്ള നമ്പേഴ്സ് മൈനസ് ആയി മാറും, മൈനസ് ആയിട്ടുള്ള നമ്പേഴ്സ് പ്ലസ് ആയി മാറും. ഇനി +180 -180 എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ ആംഗിൾ 30 x ഡിഗ്രി. ഇപ്പോൾ DCB എന്ന് പറഞ്ഞ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ 30 x ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 30 x ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളുടെയും എല്ലാ ആംഗിൾസും നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്, ഈ രണ്ട് ട്രയാങ്കിളുടെയും എല്ലാ ആംഗിൾസും നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. സിമിലർ ആണെന്ന് എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പേരെടുത്ത് എഴുതാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് ADC. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് ADC, അതായത് ഈ കാണുന്ന ട്രയാങ്കിളാണ് ആര്? ADC. ആൻഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് എന്താണ്? ഈ കാണുന്ന ട്രയാങ്കിളാണ് എന്ത്? രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ BDC. ഓക്കെ, ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളും BDC എന്ന് പറഞ്ഞ ട്രയാങ്കിളും എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇനി ആംഗിൾസ് സെയിം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ ആദ്യം സെയിം ആയിട്ടുള്ള ആംഗിള്, ആദ്യത്തെ ട്രയാങ്കിളിലെ ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90. അതായത് ഈ കാണുന്ന ആംഗിൾ 90 ആണ്, ഈ കാണുന്ന ആംഗിളും എത്രയാണ്? 90 ആണ്. സോ ആ രണ്ട് ട്രയാങ്കിളുടെയും ആ രണ്ട് ആംഗിൾസ് സെയിം ആണ്. അതായത് ആംഗിൾ ADC ഈക്വൽ ടു ആംഗിൾ BDC which is equal to 90 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ ആദ്യത്തെ ട്രയാങ്കിളുടെ ഈ ആംഗിൾ X ഡിഗ്രിയാണ്, രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? X ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിൾ X ഡിഗ്രിയാണ്, രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഈ ആംഗിളും എന്താണ്? X ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ പേരെടുത്ത് എഴുതാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിലെ ആംഗിൾ A ആണ്, രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിൾ ആരാണ്? ആംഗിൾ DCB. ആ രണ്ട് ആംഗിൾസും എത്ര ഡിഗ്രിയാണ്? X ഡിഗ്രിയാണ്. ഇപ്പോൾ രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്ത് ഇനി അവസാനത്തെ ആംഗിൾ. ഓക്കെ, ഇവിടുത്തെ അവസാനത്തെ ആംഗിൾ എത്രയാണ്? ആദ്യത്തെ ട്രയാങ്കിളിലെ ഈ കാണുന്ന അവസാനത്തെ ആംഗിൾ 90 - 6 ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിലെയും ഈ കാണുന്ന അവസാനത്തെ ആംഗിൾ ആരാണ്? 90 - 6 ആണ്. അതായത് ഇവിടുത്തെ ആംഗിൾ 90 - 6 ആണ്, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 - 6 ആണ്. അപ്പോൾ എനിക്കെടുത്ത് എഴുതാം ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ B which is equal to 90 - 6. അപ്പം ഞാനിവിടെ എന്താണ് പ്രൂവ് ചെയ്ത്? രണ്ട് ട്രയാങ്കിളുടെയും 3 ആംഗിൾസ്, ആദ്യത്തെ ട്രയാങ്കിൾ അതേ 3 ആംഗിൾസ് എവിടെ ഉണ്ട്? രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ട്. സോ നമുക്ക് പറയാം therefore ട്രയാങ്കിൾ ADC അതുപോലെ തന്നെ ട്രയാങ്കിൾ BDC ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം? സിമിലർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് B സബ് ക്വസ്റ്റിൻ്റെ പ്രൂഫ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ACD ആൻഡ് BCD ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾസ് ഈക്വൽ ആണെന്ന് എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത്? ബാക്കിയുള്ള ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആംഗിൾസ് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ആംഗിൾസും എന്തായി? ഈക്വലായി. സോ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. ഇനി C സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് if the perpendicular from the right triangle vertex of right triangle divide the opposite side into the parts of length A and B, if the length of perpendicular side is h, then h square equal to AB. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ABC എന്ന് പറഞ്ഞൊരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. ABC എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളാണ്. ഈ ഒരു ട്രയാങ്കിളിലെ മൂന്നാമത്തെ വേർട്ടെക്സിൽ നിന്ന് എന്ത് വരച്ച്? CD എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്ത്? വരച്ച്. ഈ CD എന്ന് പറഞ്ഞ ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെ രണ്ട് പാർട്സ് ആയിട്ട് എന്ത് ചെയ്ത്? ഡിവൈഡ് ചെയ്ത്. ആ രണ്ട് പാർട്സ് ആണ് എയും ബിയും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h സ്ക്വയർ ഈക്വൽ ടു AB എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. h സ്ക്വയർ ഈക്വൽ ടു AB എന്ന് എന്ത് ചെയ്യണം?
പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ആദ്യത്തെ തിയറം നമുക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ തിയറം എന്താണ്, രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ, അപ്പോൾ ആദ്യത്തെ തിയറം എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് എന്താണ്, സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഇഫ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ് അല്ലേ. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ, ഇതാണ് എന്ത്, രണ്ടാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന സൈഡാണ് എ, ഈ കാണുന്ന സൈഡാണ് എന്ത്, ബി. അതേപോലെ തന്നെ ഈ സി ഡി എന്ന് പറയുന്ന ആരാണ്, ഹൈറ്റാണ്. സി ഡി എന്ന് പറയുന്ന ആരാണ്, ഹൈറ്റ്. ഇതിനെ എന്താക്കിയെടുക്കുക, എച്ച്. ഇതിനെയും എന്താക്കിയെടുക്കുക, എച്ച്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തിയറം എന്ത് ചെയ്യാൻ പോണാണ്, അപ്ലൈ ചെയ്യാൻ പോണാണ്. ഫസ്റ്റത്തെ തിയറം എന്ത് ചെയ്യാൻ പോണാണ്, അപ്ലൈ ചെയ്യാൻ പോണാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ തിയറം സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്, എ സി. ഇവിടുത്തെ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്, സി ബി. അപ്പോൾ എ സി ബൈ സി ബി വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്, സി ഡി ആണ്. ഇവിടെയും എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്, ഡി ബി. ഇനി അടുത്ത ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് ഇവിടുത്തെ 90 മൈനസ് എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ ഡി. ഇവിടുത്തെ 90 മൈനസ് എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് സി ഡി. ഓക്കെ അല്ലേ. അപ്പം സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ എന്തെടുത്ത് എഴുതി, റേഷ്യോ. ഇനി എ സിൻ്റെ, ഇനി ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി നമുക്കറിയോ, എ സി നമുക്ക് അറിയില്ല. അതിൽ തന്നെ സി ബിയും നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പോൾ എ സിയും സി ബിയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഇനി സി ഡി, സി ഡി എന്ന് പറയുന്നത് ആരാണ്, തന്നിരിക്കുന്ന സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആരാണ്, സി ഡി എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് അല്ലേ, എച്ച് അല്ലേ. അപ്പോൾ സി ഡിക്ക് വരെ ഞാൻ എന്തെടുത്ത്, എച്ച് കൊടുത്ത് ബൈ ഡി ബി. ഡി ബി എന്ന് പറയുന്നത് ആരാണ്, ഡി ബി. ഡി ബി എന്ന് പറയുന്നത് ആരാണ്, ബി ആണ്. ഡി ബി എന്ന് പറയുന്നത് ആരാണ്, ബി. വിച്ച് ഇസ് ഈക്വൽ ടു എ ഡി എന്ന് പറയുന്നത് ആരാണ്, എ ഡി. എ ഡി എന്ന് പറയുന്നത് ആരാണ്, എ ആണ് അല്ലേ. എ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആരാണ്, എ. അപ്പോൾ എ ഡിക്ക് വരെ ഞാൻ എന്തെടുത്ത്, എ എടുത്തു. ഇനി സി ഡി, ഈ കാണുന്ന സി ഡി എന്ന് പറയുന്നത് ആരാണ്, സി ഡി എന്ന് പറയുന്നത് എച്ച് ആണ്. സി ഡിക്ക് വരുമ്പോൾ എന്തെടുത്ത്, എച്ച് എടുത്ത്. അപ്പോൾ ഇവിടെയുള്ള എ സിയും സി ബിയും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇവരെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ ബാലൻസ് ഉള്ളത് ആരാണ്, എച്ച് ബൈ ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ എച്ച്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഡിവൈഡ് ആയിട്ടുള്ള എച്ചിന, ഓക്കെ, ഈ ഡിവൈഡ് ആയിട്ടുള്ള എച്ചിന ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു എച്ച് ആയി മാറി. ഡിവൈഡ് ആയിട്ടുള്ള ബി ഈക്വൽ ടു ഇപ്പുറം വന്നപ്പോൾ എന്തായി മാറി, ഇൻറ്റു ബി ആയി മാറി. എച്ച് ഇൻറ്റു എച്ചിന് വരുമ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം, എച്ച് സ്ക്വയർ എന്ന് എഴുതാം. എ ഇൻറ്റു ബി എന്ന് പറയുന്ന ആരാണ്, എ ബി. ഇവിടെ നിന്ന് പ്രൂഫ് ചെയ്ത്, പ്രൂഫ് എത്രയാണ്, എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി. അവസാനം നിന്നെടുത്ത് എഴുതാം, ഹെൻസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൂഫ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, സിമിലർ ട്രയാങ്കിൾസിൻ്റെ ആദ്യത്തെ തിയറം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സെയിം ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ സ്ക്വയർ കോർണർ. കട്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ടു 2 പാർട്സ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. അപ്പം ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡിൽ നിന്ന് ഒരു ലൈൻ വന്നപ്പോൾ ഈ 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ലൈൻ എന്തായി മാറി, 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായിട്ട് എന്തായി മാറി, കട്ടായിപ്പോയി. ഇനി ആംഗിൾ എ എക്സ് ഡിഗ്രിയാണ്, ആംഗിൾ എ എത്രയാണ്, എക്സ് ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്തായിരിക്കും എന്ന് വെച്ചേക്കണം. ആംഗിൾ എ എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എന്താണെന്ന് വെച്ചേക്കണം. ഇപ്പം നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, നേരത്തെ കണ്ടുപിടിച്ച് ഇവിടുത്തെ ആംഗിൾ എന്താണ്, 90 മൈനസ് എക്സ് ആയിരിക്കും. എന്തായിരിക്കും, 90 മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 മൈനസ് ചെയ്യുക. ആരെ മൈനസ് ചെയ്യുക, അറിയാവുന്ന ആംഗിൾസ് ആരൊക്കെയാണ്, ഒന്ന് 90 ഡിഗ്രി, ഒന്ന് എക്സ് ഡിഗ്രി. അപ്പോൾ 90നെയും എക്സിനെയും എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 180 മൈനസ് 90 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ഈ കാണുന്ന
+90 എന്തായി മാറും? -90 ആയി മാറും. +x എന്തായി മാറും? -x ആയി മാറും. കാരണം മൈനസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്തത്? കാരണം മൈനസ് വെച്ചിട്ടാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ 180 90 മൈനസ് ചെയ്താൽ ബാലൻസ് 90. ദെൻ ആംഗിൾ സി ഈക്വൽ ടു 90 - x. ആംഗിൾ സി കണ്ടുപിടിച്ച്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി. ബി ഡിയുടെ ലെങ്ത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ബി ഡിയുടെ ലെങ്ത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബി ഡി എന്ന് പറയുന്നത് ആരാണ്? ബി ഡി എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് അല്ലേ? ഈ ട്രയാങ്കിളുടെ ഹൈറ്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കണം? ബി ഡി. അപ്പോൾ ബി ഡി കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു റിലേഷൻ നേരത്തെ പഠിച്ച റിലേഷനാണ് h² ഈക്വൽ ടു എ ബി. h² ഈക്വൽ ടു എ ബി. ഇതിൽ h എന്ന് പറയുന്നത് ആരാണ്? ഹൈറ്റാണ്. എൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ബീൻ്റെ വാല്യൂ എത്രയാണ്? 4. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ h² ഈക്വൽ ടു എക്ക് പകരം 3 കൊടുക്കുക, ബിക്ക് പകരം 4. അപ്പോൾ h² ഈക്വൽ ടു എത്ര കിട്ടും? 12 കിട്ടും. h ഈക്വൽ ടു എന്ത് കിട്ടും? √12. അപ്പം ബി ഡി കണ്ടുപിടിച്ച്. ബി ഡി എത്രയാണ്? √12 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി സി സബ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ലാർജ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ലാർജ് ട്രയാങ്കിൾ, ഈ കാണുന്ന വലിയ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ഈ കാണുന്ന വലിയ ട്രയാങ്കിളുടെ എന്ത് കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ സൈഡ്. പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുമ്പോൾ കാണുന്ന സൈഡാണ് പെർപെൻഡിക്കുലർ സൈഡ്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ലെങ്ത് ഈ കാണുന്ന ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി? 12 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ബി സബ് ക്വസ്റ്റ്യൻ ആൻസർ, സി സബ് ക്വസ്റ്റ്യൻ ആൻസർ 12 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? അതായത് ടീച്ചേഴ്സ് റിവൈസ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. ഇനി പാർട്ട് 2 വീഡിയോ ഉണ്ടാവും. പാർട്ട് 2 വീഡിയോയിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ചെയ്യണത്. അതായത് സർക്കിൾ മെഷേഴ്സ്, റിയൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോയിൽ വരും കേട്ടോ.